ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആണെങ്കിൽ ഒരു വാഗമൺ വീഡിയോയുടെ ഒരു ചെറിയ പാർട്ടാട്ടോ ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വാഗമൺ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ ആയിട്ടാട്ടോ പോയത്. ഒരു ഫ്രണ്ടും എൻ്റെ ഫാമിലിയും ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വാഗമൺ ട്രിപ്പിൻ്റെ ലാസ്റ്റാണ് പരുന്തുംപാറയിൽ പോയത്. അപ്പോൾ ആ വീഡിയോ തന്നെ ആദ്യം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടോ പരുന്തുംപാറയിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്ന ടൈം ഒരു ഈവനിങ് ടൈം ആയിരുന്നു. നല്ല കോടയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ക്ലൈമറ്റായിരുന്നു, നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു പരുന്തുംപാറ. അപ്പോൾ വാഗമൺ ഇതിനു മുന്നേ പോയിട്ടുണ്ടെങ്കിലും ഈ പ്ലേസിൽ ആദ്യമായിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഈ ട്രിപ്പിൽ എന്തായാലും നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയായിരുന്നു പരുന്തുംപാറ. നല്ല കോട നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല കോട തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വാഗമൺ ട്രിപ്പിൻ്റെ വേറെയും കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് ഇതിൻ്റെ കൂടെയല്ല, അത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. കണ്ടോ, കാണാമല്ലോ, നല്ല കോടയുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പരുന്തുംപാറയുടെ വ്യൂ കാണുന്ന പരുന്തിൻ്റെ ഷേപ്പിലുള്ള അതുകൊണ്ടാണ് ഇതിനെ പരുന്തുംപാറ എന്ന് പറയുന്നത്. ആ പാറ കാണാൻ ശരിക്കും ഒരു പരുന്തിൻ്റെ ആകൃതിയിലാട്ടോ, അതുകൊണ്ടാണ് ഇതിനെ പരുന്തുംപാറ എന്ന് പറയുന്നത്. ഇപ്പോൾ കുറേ ആയി വീഡിയോ ഇട്ടിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സായി, അതിലൊരുപാട് സന്തോഷമുണ്ട്. പിന്നെ കണ്ട് ഈ മലയിൽ ഇങ്ങനെ ഇടയിൽ കൂടെ കുഞ്ഞു കുഞ്ഞു അരുവിയുണ്ട്. പെട്ടെന്ന് തന്നെ ഇവിടെ കോട കയറി മൂടുകയും ചെയ്യും, അതുപോലെ തന്നെ കോട ഇറങ്ങി പോവുകയും ചെയ്യും കേട്ടോ. അത് കാണാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. അതുപോലെ തന്നെ കുറേ അരുവികളുണ്ട് ആ മലയ്ക്ക് ഇടയിൽ കൂടെ. അതൊക്കെ നല്ലൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ വാഗമൺ പരുന്തുംപാറ. ഒരു ഈവനിങ് ടൈമിലൊക്കെ പോയാൽ മതിയേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.